UDF സർക്കാർ അധികാരത്തിലേറിയപ്പോൾ മുതൽ മുസ്ലിം ലീഗ് മന്ത്രിമാർക്കെതിരെ ഉയർന്നുവരുന്ന ആരോപണങ്ങൾ പ്രതിരോധിക്കാനാകാതെ നേതൃത്വം. നിരവധി ആരോപണങ്ങളും വിമർശനങ്ങളും പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ഉയർന്നിട്ടും നടപടിയെടുക്കാത്തതിൽ അണികളിലും നിരാശയാണ്. യൂത്ത് ലീഗും MSFും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകൾ പരസ്യമായി പ്രമേയം അവതരിപ്പിക്കുന്നതും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. വിവരങ്ങളുമായി ശിവദാസ് കർമ്മരമാണ് മലപ്പുറത്ത് നിന്ന് ചേരുന്നത്. ശിവദാസ്, ഇത്തരത്തിൽ ഈ സർക്കാർ അധികാരത്തിലേറി ലീഗിന്റെ മന്ത്രിമാർ വന്നു, പക്ഷേ ഈ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ അപസ്വരങ്ങൾ ഉയരുന്നു എന്നുള്ളതാണ്. ഈ യുവജന സംഘടനകളൊക്കെ കലാപക്കൊടി ഉയർത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും രാഖി, വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം മന്ത്രിമാർ ഒരു ഭാഗത്ത്, പാർട്ടി നേതൃത്വം മറ്റൊരു ഭാഗത്ത്, അണികൾ വേറൊരു ഭാഗത്ത്, ആ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ അധികാരം അവർക്ക് ലഭിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഈ പാർട്ടിക്കുള്ളിൽ ഉടലെടുത്തിരിക്കുന്നത്. അതായത് അധികാരത്തിൽ ഏറിയപ്പോൾ തന്നെ തുടക്കം മുതൽ തന്നെ മന്ത്രിമാർക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അവർ പേഴ്സണൽ സ്റ്റാഫിനെ വെക്കുന്നതിൽ സ്വജനപക്ഷപാതത്തോട് പെരുമാറുന്നു, അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ മാത്രം അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ തിരികെ കയറ്റുന്നു എന്നുള്ള ആരോപണം പരസ്യമായി തന്നെ യൂത്ത് ലീഗ് വിമർശനം ഉന്നയിച്ചിരുന്നു. അതിനുശേഷം MSFും അതേ വിമർശനം തന്നെ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇങ്ങനെ തുടക്കം മുതൽ തന്നെ യൂത്ത് ലീഗും MSFും പരസ്യമായി തന്നെ, നേരത്തെ അത് സംഘടനാ സംവിധാനത്തിൽ മാത്രം ഒതുങ്ങിയിരുന്ന കാര്യമാണ്, പിന്നീട് അത് പരസ്യമായി തന്നെ പുറത്തേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കാരണം അത്രത്തോളം ഒരു പ്രതിസന്ധി പാർട്ടിക്കുള്ളിൽ ഉള്ളതുകൊണ്ടാണ് അത്തരത്തിൽ പരസ്യമായി തന്നെ ഈ പോഷക സംഘടനകൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങളുമായി രംഗത്ത് വന്നത്. ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് നയിച്ച ഘട്ടത്തിലായിരുന്നു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ലീഗ് മന്ത്രിമാരെ അടിയന്തര യോഗം വിളിച്ചത്. പക്ഷെ അതിനുശേഷവും സ്ഥിതി സമാനമായി തന്നെ തുടരുകയാണ്. അതിനുശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീന്റെ സ്റ്റാഫിൽ ഉൾപ്പെടുത്തി. അതിനെതിരെ യൂത്ത് ലീഗ് പ്രമേയം അവതരിപ്പിച്ചു, കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റി പ്രമേയം അവതരിപ്പിച്ചു. അതിനുശേഷം PK ബഷീർ, അവരുടെ പൊതുമരാമത്ത് മന്ത്രി കൂടിയായ PK ബഷീറിനെതിരെയും യൂത്ത് ലീഗ് പ്രമേയം അവതരിപ്പിച്ചു. EMEA കോളേജിന്റെ ജനറൽ സെക്രട്ടറിയായ PK ബഷീർ ആ സ്ഥാനം ഒഴിയണം എന്ന് കാണിച്ചുകൊണ്ടുള്ള പ്രമേയം ആണ് അവതരിപ്പിച്ചത്. കാരണം വിദ്യാർത്ഥികളിൽ നിന്ന് വൻ കോഴ വാങ്ങുന്നു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. ഇങ്ങനെ പരസ്യമായി തന്നെ യൂത്ത് ലീഗും MSFും രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇത് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് സംസ്ഥാന നേതൃത്വത്തിന് ഉള്ളത്. കാരണം മന്ത്രിമാർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നു. പലപ്പോഴും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് അധികാരം ലഭിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ആ അധികാരം ഉപയോഗിച്ച് അവർ പല രീതിയിലും ചെയ്യുന്നു. പാർട്ടി നിലപാടിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു. അത് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം പാർട്ടി നേതൃത്വത്തിന് ഉണ്ട്. ഇപ്പോൾ എന്തായാലും വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ലീഗിൽ ഉണ്ടായിരിക്കുന്നത്. കലാപം, വലിയ രീതിയിലുള്ള ഒരു കലാപം പാർട്ടി അണികൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. രാഖി, ആതിര. വ്യക്തമാണ് ശിവദാസ്. എന്തായാലും ഈ സർക്കാർ അധികാരത്തിലേറിയ അന്നു മുതൽ സർക്കാരിനെതിരെ, ഈ മുസ്ലിം ലീഗ് മന്ത്രിമാർക്കെതിരെ യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തെത്തുകയാണ്. ഇപ്പോൾ PK ബഷീറിനെതിരെ, N ഷംസുദ്ദീനെതിരെ ഈ പറയുന്ന അഡ്മിഷൻ കോഴയുണ്ട്. അങ്ങനെ നിരവധി വിവാദങ്ങൾ ഇവർക്കെതിരെ അവരുടെ തന്നെ പ്രതിനിധികൾ, അണികളെല്ലാം ഉയർത്തുകയാണ്. എന്തായാലും മുസ്ലിം ലീഗിൽ ചില കലാപക്കൊടികൾ, കലാപസ്വരങ്ങളാണ് ഉയരുന്നത്.